എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഷൻ ഫസ്റ്റ് റാങ്ക് ആണ്. അതായത് 10 ഇംഗ്ലീഷ്, 10 മലയാളം, 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ ചാനലിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്, അതും കണ്ടു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും അതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷീ പ്രോമിസ്ഡ് മീ ടു റിട്ടേൺ ഡാഷ് അവർ. അപ്പോൾ ഇവിടെ ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത്. അവറിന് മുന്നേ ആയിട്ട് ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻ ആണ്. അതായത് ആൻ അവർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ എച്ച് സൈലൻ്റ് ആണ്, ആ എന്നുള്ള സൗണ്ടാണ് വരുന്നത്, വൗവൽ സൗണ്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആൻ ആണ് ആൻസർ. അടുത്തത്, ഡിഡ് യു ഫോർഗെറ്റ് വാട്ട് ദിസ് പ്രോജക്റ്റ് ഈസ് ഡിസൈൻഡ് ഡാഷ്. ഡിഡ് യു ഫോർഗെറ്റ് വാട്ട് ദിസ് പ്രോജക്റ്റ് ഈസ് ഡിസൈൻഡ് ഡാഷ്. ഡിസൈൻഡ് ഫോർ ആണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഡിസൈൻഡ് ഫോർ ആണ്. ദ പാക്ക് ഓഫ് എലഫൻസ് ഡാഷ് ദ ലേക്ക് ലേറ്റ് ഇൻ ദ ഈവനിങ്. ദ പാക്ക് ഓഫ് എലഫൻസ് ഡാഷ് ദ ലേക്ക് ലേറ്റ് ഇൻ ദ ഈവനിങ്. ആൻസർ ഓപ്ഷൻ സി ആണ്, മെയ്ഡ് ഫോർ ആണ്, മെയ്ഡ് ഫോർ. ഷീ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് ദ മിസ്റ്റേക്ക് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഷീ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് ദ മിസ്റ്റേക്ക് ഡാഷ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണ്, അപ്പോൾ നെഗറ്റീവ് ടാഗ് വരണം. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ട്, ബിയും സിയും. ബിയും ഡിയും ക്യാൻസൽ. പിന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പം ഓക്സിലറി വേർബ് ഒന്നും കാണുന്നില്ല. അപ്പോൾ കീപ്സ് എന്നുള്ള ആ ഒരു വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡസ് കീപ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഡസിൻ ഷീ എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ഐ കുഡ് ഗിവ് ഹെർ ദ മണി ഇഫ് ഷീ ഡാഷ് മീ. അതായത് ഇവിടെ എന്താണ്, ഇഫ് ക്ലോസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാർട്ടിൽ നോക്കുക, അതിലെന്താണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. ഐ കുഡ് ഗിവ് ഹെർ ദ മണി ഇഫ് ഷീ ഡാഷ് മീ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ പാസ്റ്റ് ടെൻസ് വന്നുകൊണ്ട് ഫസ്റ്റ് പാർട്ടിൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ എ ആണ്, കോണ്ടാക്റ്റഡ്. ഷാൽ വി കോൾ ഇറ്റ് എ ഡേ മീൻസ് ഷാൽ വി കോൾ ഇറ്റ് എ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഷാൽ വി സ്റ്റോപ്പ് വർക്കിംഗ്. ഷാൽ വി കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ ഷാൽ വി സ്റ്റോപ്പ് വർക്കിംഗ്. അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം എന്നൊക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ തോന്നാം. പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് ആൻസർ ഷാൽ വി സ്റ്റോപ്പ് വർക്കിംഗ്, അതായത് വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാം എന്നാണ് ഷാൽ വി കോൾ ഇറ്റ് എ ഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വുഡ് റാദർ യു വെൻറ്റ് ദർ ടു മേക്ക് ദ എൻക്വയറി മീൻസ്, അതായത് ഐ വുഡ് റാദർ യു വെൻറ്റ് ദർ ടു മേക്ക് ദ എൻക്വയറി. ഐ വുഡ് റാദർ യു വെൻറ്റ് ദർ ടു മേക്ക് ദ എൻക്വയറി മീൻസ് അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, മൈ സജഷൻ ഈസ് ദാറ്റ് യു ഷുഡ് ഗോ ദർ ആൻഡ് മേക്ക് ദ എൻക്വയറി. മൈ സജഷൻ ഈസ് ദാറ്റ് യു ഷുഡ് ഗോ ദർ ആൻഡ് മേക്ക് ദ എൻക്വയറി. അതായത് ഐ വുഡ് റാദർ യു വെൻറ്റ് ദർ ടു മേക്ക് ദ എൻക്വയറി എന്നുള്ളതാണ് ആൻസർ ക്വസ്റ്റ്യൻ. ദ സെൻറ്റൻസ് ദാറ്റ് ഈസ് കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഐ തോട്ട് യു വുഡ് റിംഗ് ഹെർ അപ്പ്. ഐ തിങ്ക് യു വുഡ് റിംഗ് ഹെർ അപ്പ്. ദിസ് ഈസ് ദ സിഗ്നേച്ചർ സ്റ്റൈൽ മീൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹി ഹാസ് എ യുണീക്ക് സ്റ്റൈൽ. അദ്ദേഹത്തിന് ഒരു യുണീക്ക് സ്റ്റൈൽ ഉണ്ട്, അതാണ് ദിസ് ഈസ് ഹിസ് സിഗ്നേച്ചർ സ്റ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 കിലോമീറ്റേഴ്സ് ഡാഷ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. 5 കിലോമീറ്റേഴ്സ് ഡാഷ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഈസ് ആണ്. അതായത് 5 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കിലോമീറ്റേഴ്സ്, അതുപോലെ എന്തെങ്കിലും അളവുകൾ, തൂക്കം ഇതൊക്കെ പറയുകയാണെങ്കിലും, ദൂരം ഇതൊക്കെ പറയുകയാണെങ്കിൽ അവിടെ പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ശരിയായ പദം സർവ്വതോമുഖമാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സർവ്വതോമുഖം കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അസ്ഥിവാരം പരിണതഫലം. ഓക്കെ, അടുത്തത് ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. അർത്ഥം കണ്ടെത്തുക. ബിബിൽസ, ഭേദിക്കാനുള്ള ആഗ്രഹമാണ് ബിബിൽസ.
പൂങ്കുല എന്നർത്ഥം വരുന്ന പദം മഞ്ചരിയാണ്, മഞ്ചരി. വിപരീത പദം ഖണ്ഡനം, മണ്ഡനമാണ്. സമാനാർത്ഥമുള്ള പദം കൽമഷം, കൽമഷത്തിൻ്റെ സമാനാർത്ഥമുള്ള പദം പാപം. പരദേശം, അതിൻ്റെ വിപരീതം സ്വദേശം എന്നുള്ളതാണ്. പവിഴം എന്നർത്ഥമുള്ള പദങ്ങൾ ഏവ? ആൻസർ 1 ഉം 4 ആണ്. അതായത് പ്രവാളവും ഹിരണ്യവും. പിരിച്ചെഴുതുക നന്നൂൽ, നന്നൂൽ എന്നുള്ളത് പിരിച്ചെഴുതുക നല് അധികം നൂൽ എന്നായി മാറും. ഓക്കെ, അടുത്തത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ് 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി പാർട്ട് ഓഫ് ആൻ ഇമെയിൽ അഡ്രസ്? താഴെ തന്നിട്ടുള്ളതിൽ ഇമെയിൽ അഡ്രസ്സിലെ പാർട്ട് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്പേസ് ആണ്. സ്പേസ് ഇമെയിൽ അഡ്രസ്സിൽ പാടില്ല. അത് നമ്മൾ പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ് എന്നാണ്. അതായത് ഇതിൽ അറ്റ് സിമ്പൽ ഉപയോഗിക്കാം, പീരിയഡ് ഉപയോഗിക്കാം, അണ്ടർസ്കോർ ഉപയോഗിക്കാം. ഓക്കെ, ഇമെയിൽ അഡ്രസ്സിൽ സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ അഡ്രസ്സ് കേസ് സെൻസിറ്റീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, URL ഈസ്. URL എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ അഡ്രസ് ഓഫ് എ പേജ് ഓൺ ദ വെബ്, വേൾഡ് വൈഡ് വെബ്. ദ അഡ്രസ് ഓഫ് എ പേജ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. URLൻ്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. വെബ്സൈറ്റ് ഈസ് എ പേജ് ഓർ കളക്ഷൻ ഓഫ് പേജസ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. വെബ്സൈറ്റ്സ് കണ്ടെയ്ൻ സ്പെസിഫിക് ഇൻഫർമേഷൻ വിച്ച് വാസ് all provided by one person or entity and traces back to a common uniform resource locator. A web page is a simple document displayable by a browser. Facebook, MySpace are examples of website. അതായത് URL എന്നുള്ളതിൻ്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേജോ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പേജസോ, വേൾഡ് വൈഡ് വെബിലെ ഒരു പേജോ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പേജസോ ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. വെബ്സൈറ്റ് ഒരു പേഴ്സൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻറ്റിറ്റിൻ്റെയോ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും വരിക. അതിൽ ഒരു കോമൺ ആയിട്ടുള്ള URL ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഫേസ്ബുക്ക്, മൈസ്പേസ് ഇതൊക്കെ വെബ്സൈറ്റിന് എക്സാമ്പിളാണ്. വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് ഇൻ എ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ? ന്യൂ സ്ലൈഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ. ആൻസർ ഓപ്ഷൻ സി ആണ്, Ctrl+M. വിച്ച് മെനു അലോസ് അസ് ടു ചേഞ്ച് ദ സ്ലൈഡ് സൈസ് ഇൻ പവർ പോയിൻറ്റ്? പവർ പോയിൻറ്റിൽ സ്ലൈഡ് സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഏതിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിസൈൻ ആണ്, ഡിസൈൻ. ഡിസൈൻ ടാബ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പായിട്ടാണ് ഡിസൈൻ ടാബ് വേർതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പേജ് സെറ്റപ്പ്, തീംസ്, ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, തീംസ് ഗ്രൂപ്പ് കമാൻഡ് നമുക്ക് ആ ഒരു ഇതിൻ്റെ ലുക്ക്, പ്രസൻറ്റേഷൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ വരുന്നത് കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്, ഫോണ്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത് ഫുൾ ഫോം ഓഫ് MB. MBൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മെഗാബൈറ്റ്സ്. Which part of the computer is used for calculating and comparing? Which part of the computer is used for calculating and comparing? Answer option A ആണ്, ALU. Arithmetic and Logic Unit ആണ് ഇതിൻ്റെ full form. Part of the CPU that performs all arithmetic and logical operations. The effect applied to display when slides changes in slideshow view is. അതായത് ഏത് എഫക്റ്റാണ് നമ്മൾ സ്ലൈഡ് ഷോ വ്യൂവിൽ സ്ലൈഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, സ്ലൈഡ് ട്രാൻസിഷൻ. സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ എഫക്റ്റാണ്. അത് ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ്, സൗണ്ട് ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സിംഗിൾ എലമെൻറ്റ്, ഒരു സ്ലൈഡിലെ സിംഗിൾ എലമെൻറ്റിന് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് ടെക്സ്റ്റ്, പിന്നെ ഷേപ്പ്, ഇമേജ് ഇതിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ആനിമേഷൻ. ട്രാൻസിഷൻ ഈസ് ദ സ്പെഷ്യൽ എഫക്റ്റ് ദാറ്റ് ഒക്കേഴ്സ് വെൻ യു എക്സിറ്റ് വൺ സ്ലൈഡ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ഡ്യൂറിങ് പ്രസൻറ്റേഷൻ. അതായത് ഒരു സ്ലൈഡിൽ നിന്ന് ലെഫ്റ്റായിട്ട് അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വരുന്നതാണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. വിച്ച് കീ ഈസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് സ്ലൈഡ് ഷോ? സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീ ഏതാണ്? എല്ലാവർക്കും അറിയാം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി, F5 ആണ്. Dash refer to text that are positioned slightly higher than the text on the line. അതായത് ഓൺ ദ ലൈനിലേക്കാണ് കുറച്ചുകൂടി സ്ലൈറ്റ്ലി ഹയർ ആയിട്ട് പൊസിഷൻ ചെയ്യുന്നത് ഏതാണ്? ആൻസർ സൂപ്പർസ്ക്രിപ്റ്റ് ആണ്, സൂപ്പർസ്ക്രിപ്റ്റ്. വിച്ച് ഫംഗ്ഷൻ ഡിസ്പ്ലേസ് കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം ഇൻ എക്സൽ? എക്സലിൽ കറൻറ്റ് ഡേറ്റ് ആൻഡ് ടൈം
ഡിസ്പ്ലേ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നൗ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒക്ടോബർ 22-ാം തീയതിയാണ് എക്സാം. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ ആ ഒരു എക്സാമിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.